അസ്സലാമു അലൈക്കും. ഉസ്താദ്, നമ്മൾ സഹീഹുൽ ബുഖാരി സഹീഹുൽ മുസ്ലിമൊക്കെ അംഗീകരിക്കണവരാണ് സുന്നികൾ. അങ്ങനെ അതിൽ മുത്തുനബിൻ്റെ ഹദീസ്, എൻ്റെ ഹദീസ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ഹദീസ് ഉണ്ടാ, അത് സ്വീകരിക്കണം എന്നുള്ള പുത്തൻവാദികൾക്ക് ഈ ഹദീസ് കൈകാര്യം ചെയ്യാൻ വല്ല യോഗ്യതയുണ്ടാ? വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് അത് മുറുകെ പിടിക്കണം, മദ്ഹബുകൾ വേണ്ട, അതുപോലുള്ള സംഭവങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ. ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാം പ്രമാണമായി പറയുന്ന സഹീഹുൽ ബുഖാരിയിലുണ്ടോ എന്ന് നോക്കാം. ബുഖാരിയിൽ ഹാ അറിയില്ല, ഉദുവിൻ്റെ ഫർദുകൾ അല്ലെങ്കിൽ ഉസുവിൻ്റെ ഫർസുകൾ അങ്ങനെയൊക്കെ പറയാം. നമ്മൾ ഉദുവിൻ്റെ ഫർദുകൾ എന്ന് പറയും, ജമാഅത്തേൽ ഉസുവിൻ്റെ ഫർസുകൾ എന്ന് പറയും, മറ്റേ ഉദുവിൻ്റെ ഫർദുകൾ എന്ന് പറയും. ആ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നാണ് അവർ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യകർത്താവ് നമ്മളെ സുഹൃത്ത് പറഞ്ഞതുപോലെ ശരിക്കും അവർക്കത് ചോദിക്കാനുള്ള അവകാശമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി നോക്കാനോ മുസ്ലിം നോക്കാനോ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല. അവിടുന്ന് സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സുന്നത്താണ് പിൽക്കാലത്ത് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മുവത്തയിലും അതുപോലുള്ള കിതാബുകളിലൊക്കെ ഉള്ളത്. അതിനെ സംശീകരിച്ചതാണ് മദ്ഹബിൻ്റെ കിതാബുകളിലുള്ളത്. കുല്ലു മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മിമ്മാ ഫഹിമഹു മിനൽ ഖുർആൻ. നബി തങ്ങളുടെ വിശദീകരണം ഖുർആനിൻ്റെ വിശദീകരണമാണ്. വജമീഉ മാ തഖൂലുഹുൽ അഇമ്മ, ഇമാമുകളൊക്കെ പറയുന്നതോ അത് തിരു ഹബീബിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ്. അപ്പോൾ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഹദീസുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ ക്രോഡീകരിച്ച മഹാരഥന്മാർ അവിടുന്ന് ഗ്രന്ഥരൂപത്തിൽ നമുക്ക് സമർപ്പിച്ചതാണ്. അപ്പോൾ ഖുർആനും സുന്നത്തെ മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ബുഖാരിനെയും തള്ളേണ്ടി വരും, മുസ്ലിമിനെയും തള്ളേണ്ടി വരും. അപ്പോൾ ഏതായിരുന്നാലും മതത്തെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ പ്രമാണങ്ങളെ മഹത്തുക്കളിലൂടെ മനസ്സിലാക്കണം എന്ന തത്വമുണ്ടാകുമ്പോഴേ അത് അംഗീകരിക്കാനും അവർക്ക് അത് ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. എന്നാൽ ഇവർ അംഗീകരിക്കുന്നു പറയുമ്പോഴും വഹാബികൾ പറയുന്നത് 50 ഹദീസുകൾ ദഈഫാണെന്നാണ്. മൗദൂദികൾ പറയുന്നത്, അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന മൗലവിയെ പറ്റിയിട്ട് കുറേ ആളുകൾ പറഞ്ഞു മൂപ്പര് 50 ഹദീസ് ദഈഫാക്കുന്നുണ്ട്, മൂപ്പര് തിരുത്തി. എന്നെ പറ്റിയിട്ട് ചില ആൾക്കാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ബുഖാരിയിൽ 50 ഹദീസ് ഞാൻ ദഈഫാക്കിയെന്ന്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, 250 ദഈഫാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം, എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിയതായി കാണാം. അപ്പം ഈ ഹദീസിൻ്റെ കിതാബുകളും ബുഖാരിയും മുസ്ലിമും ഇവർ കൃത്യമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം ബുഖാരി അംഗീകരിക്കുകയാണെങ്കിൽ വുളൂഇൻ്റെ ബാബിൽ ശറഅ് മുബാറക്കിനെ ബഹുമാനിക്കണം എന്ന് വരും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് കാദു യഖ്തതലൂന അലാ വളൂഇ റസൂലില്ല, നബി തങ്ങളുടെ വുളൂ എടുത്ത വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്തു എന്നത് അംഗീകരിക്കേണ്ടി വരും. അതേ സഹീഹുൽ ബുഖാരിയിൽ ഖുലിമാ കുന്തി തഖൂലീൻ, ബദരീങ്ങളുടെ മദ്ഹ് യന്ദുബന മൻ ഖുതില മിൻ ആബാഇഹിന്ന യൗം ബദർ, ബദരീങ്ങളുടെ മഹത്വം പറയണം എന്നത് അംഗീകരിക്കേണ്ടി വരും. അതുപോലെ ലാ യസാലു യതഖറബു ഇലയ്യ ഹത്താ ഉഹിബ്ബ വഇൻ അഹബ്ബതു കുന്തു സമഅഹു അല്ലദി, കറാമത്ത് അംഗീകരിക്കേണ്ടി വരും. ബാബ് ഖിറാഅത്തുൽ ഫാത്തിഹ അലൽ ജനാസ, മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതണം, അതും സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്. അങ്ങനെ സുന്നികളുടെ ആശയങ്ങൾ ഒക്കെ ബുഖാരിയിൽ തന്നെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പരിപൂർണമായി അംഗീകരിക്കുകയാണെങ്കിൽ സുന്നിസം അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ അത് അവകാശപ്പെടാൻ ഒരിക്കലും അർഹതയില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.